ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫറൂഖ് അഹമ്മദ്. KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ സാജി, ഞാൻ ഇന്ന് വരെ അവരെ ഒരു ഇതിലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല. മറ്റുള്ളവരുടെ ചെന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഇതാക്കിയിട്ട് ആ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കൊരു സാമൂഹികപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഇതാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കത് ഇടപെട്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശകലനം നടത്താം. പക്ഷെ ഒരാളുടെ വ്യക്തിത്വത്തെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അതിന് അവരെ ഒരു പുച്ഛത്തോടു കൂടിയും അല്ലെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ടും അവരെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ വീഡിയോ ചെയ്യുന്ന ആ രീതി ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കും പറ്റും ഞാൻ അങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന കാര്യം. പക്ഷെ ഇന്നൊരു വീഡിയോ അതൊരു നിർവാഹമില്ലാത്ത തരത്തിലുള്ള ഒരു രീതിയിലായതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പോകുന്നത്. ഏതായാലും അതിന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടതിന് ശേഷം നമുക്ക് വിശകലനം നടത്താം. എല്ലാ പെണ്ണുങ്ങളെ കണ്ട പോലെ ഇജും എല്ലാ പെണ്ണുങ്ങളെ കളിക്കുമ്പോൾ എന്റെ അടുത്ത് കളിക്കണ്ട. എന്റെ അടുത്ത് കളിച്ചാൽ വിവരം അറിയിക്കാൻ ആള് വരുന്നുണ്ട്. ഈ ഷെരീഫ് എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഈ ഷാജി ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ ആ ലൈവ് കണ്ടപ്പോ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു കാര്യം, ഇപ്പൊ ഷെരീഫ് ചെയ്ത കാര്യത്തെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഇപ്പൊ ഷെരീഫ് ഷാജിയെ വളരെ പരിഹസിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഷെരീഫിനെതിരെ നിയമപരമായിട്ടുള്ള നീക്കങ്ങളും മറ്റും നടത്തേണ്ടത് ഷാജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. പക്ഷെ ഒരു വീട്ടിൽ കടന്നു കയറി ചെന്നുകൊണ്ട് ഒരു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ചിന്തിച്ചു പോകുന്നുണ്ട്. ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ എട്ടും പൊട്ടും തിരിയാതെ കേവലം 5 വയസ്സിന് ചുവടെയുള്ള പെൺകുട്ടികളെ ആ പിഞ്ചു മക്കളൊക്കെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ആ ഇത്ര മോശമായ വാക്ക് തന്നെ ഇവിടെ പ്രയോഗിക്കുന്നത് തെറ്റാണ്. മാത്രമല്ല ആ ഷെരീഫിന്റെ ഭാര്യയെ എത്ര മോശമായിട്ടാണ് ഈ സ്ത്രീ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഒരു വ്യക്തി ചെയ്ത കാര്യത്തിന് ആ വ്യക്തിയുടെ കുടുംബത്തിൽ കയറി ഇത് കളിക്കുക എന്ന് പറയും. ഇവിടെ നിയമങ്ങളൊന്നുമില്ലേ? എത്രമാത്രം കുറ്റകരമായിട്ടുള്ള കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒഫൻസിന്റെ കാര്യം, ആ കുട്ടികളെ പറഞ്ഞ വാക്കുകൾ, ആ കുട്ടികളെ വീഡിയോ ഉൾപ്പെടുത്തിയ വാക്കുകൾ, ഷെരീഫിന്റെ ഭാര്യക്കെതിരെ പ്രയോഗിച്ച വാക്കുകൾ, വീട്ടിൽ അതിക്രമിച്ച് കയറി ഇങ്ങനെയുള്ള പരാക്രമം കാണിച്ച വാക്കുകൾ, ഇതൊക്കെ നിയമപരമായിട്ട് വളരെയധികം തെറ്റ് തന്നെയാണ്. ഷെരീഫ് ചെയ്ത കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ആ ഷെരീഫ് ആ സ്ത്രീയെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്കെതിരെ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്താനുള്ള ബാധ്യത ആ സ്ത്രീയുടെ ഭാഗത്തുണ്ട്. പക്ഷെ ഇതൊരു ഗുണ്ടായുസമായിട്ടുള്ള കാര്യമല്ലേ? നമ്മളൊക്കെ മനുഷ്യരല്ലേ? അത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. ആ കുട്ടികളൊക്കെ എന്ത് പഴച്ചു? ആ കുട്ടികളൊക്കെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ഒരു വാക്കൊക്കെ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഈ സ്ത്രീയുടെ വീഡിയോ പലവരും കണ്ടിട്ട് അതിനെ വളരെയധികം ഇത് കൊടുക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി ആ വീട്ടിലുള്ള ആൾക്കാരൊക്കെ മോശമായി പറയുക. മാത്രമല്ല ആ മുതിർന്നവർ നമുക്ക് പറയുന്നത് നമുക്ക് അതിനെ കുറച്ചും കൂടി ഇതേ പറയും. പക്ഷെ എട്ടും പൊട്ടും തിരിയാതെ ആ കുട്ടികളെ പിഞ്ചു മക്കളെയൊക്കെ പറയുക എന്ന് പറയുമ്പോൾ ആ വാക്കുകളുടെ ഇതൊക്കെ എത്രമാത്രം ഇതായിട്ടുള്ള വാക്കുകളാണ്. ഇതിന്റെ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഇല്ലേ? ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ പല രീതിയിലുള്ള പല ഭവിഷ്യത്തുകളും ഇനിയും സംഭവിച്ചുകൂടാനില്ല.